ബംഗാളിൽ ബി.ജെ.പി. മന്ത്രിസഭ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്യും. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തിലാണ് സത്യപ്രതിജ്ഞ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. അതേസമയം മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നയിച്ച സുവേന്ദു അധികാരിക്കാണ് മുൻതൂക്കം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ബംഗാളിൽ ബി.ജെ.പി. മന്ത്രിസഭ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്നാകും സത്യപ്രതിജ്ഞ? ഒപ്പം ആരാകും മുഖ്യമന്ത്രി? ഗുഡ് ആഫ്റ്റർനൂൺ. 9-ാം തീയതിയാണ് ബി.ജെ.പിയുടെ പശ്ചിമ ബംഗാളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭാ അംഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ സസ്പെൻസ് നിറഞ്ഞ അല്ലെങ്കിൽ സസ്പെൻസ് കാത്തുവെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം കണ്ടതാണ്. രാജസ്ഥാനിലാണേലും മധ്യപ്രദേശിലാണേലും ഒക്കെ തന്നെ ഒരു സങ്കല്പത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് പുതിയൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്ന ചരിത്രമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും സാമ്രാജ് ചൗധരി, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാമ്രാജ് ചൗധരി 9-ാം തീയതി സത്യപ്രതിജ്ഞയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം സുവേന്ദു അധികാരി തന്നെ ആകാം മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് മമതാ ബാനർജിക്കെതിരെ ഒത്തുനിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടിയ അല്ലെങ്കിൽ മമതാ ബാനർജിക്കെതിരെ അവരെ തൃണമൂൽ കോൺഗ്രസിനെയും മമതയും തൂത്തെറിയുവാൻ വേണ്ടി ബംഗാളിലുടനീളം പ്രയത്നിച്ചത് സുവേന്ദു അധികാരിയായിരുന്നു. സ്വാഭാവികമായും സുവേന്ദു അധികാരി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. സത്യപ്രതിജ്ഞ സംബന്ധിച്ചും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സാമ്രാജ് ചൗധരി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. 9-ാം തീയതി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ യോഗം ചേരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പശ്ചിമ ബംഗാളിൽ വീണ്ടും ഒരു യോഗം ചേർന്ന ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം എത്തുന്നത്. അശ്വിൻ. തീർച്ചയായും നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് സുവേന്ദു അധികാരിക്കാണ് ഇപ്പോൾ നിലവിൽ മുൻതൂക്കം. അങ്ങനെ മന്ത്രിസഭ, ബംഗാളിലെ ചരിത്രപരമായ ബി.ജെ.പി. മന്ത്രിസഭ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്യും. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തിലാണ് ഈ സുപ്രധാന സത്യപ്രതിജ്ഞ. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.